ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സ്ക്വീനസിനെയും കർട്ടോസസിനെയും പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏർലിയർ ക്ലാസ്സസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഡാറ്റൻ്റെ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ 4 മെഷേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, സെക്കൻഡ് വൺ മെഷർ ഓഫ് ഡിസ്പേർഷൻ, തേർഡ് വൺ മെഷർ ഓഫ് സ്ക്വീനസ്, ഫോർത്ത് വൺ മെഷർ ഓഫ് കർട്ടോസസ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, മെഷർ ഓഫ് ആവറേജിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഡാറ്റൻ്റെ ഒരു സെൻട്രൽ വാല്യൂവിനേറ്റ് അടുക്കാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാല്യൂ ആണ് നമ്മൾ ആവറേജിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസ്പേർഷനിലാണെങ്കിൽ ഓരോ വാല്യൂസും ആ വാല്യൂവിനോട് എത്രമാത്രം സ്കാറ്റേർഡായി കിടക്കുകയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്പേർഷനിൽ നോക്കുന്നത്. അപ്പോൾ ഈ 2 ഫാക്ടർ മാത്രം വെച്ചിട്ട് നമുക്കൊരു ഡാറ്റനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ 2 or 3 സെറ്റ് ഓഫ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആവാം, ആവറേജ് എന്ന് പറയുന്നത് സെയിം ആവാം, ഡിസ്പേർഷനും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു ഫാക്ടറും കൂടി ഉണ്ട്. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്യാനുള്ളത് മൂന്നാമതൊരു ഫാക്ടറും കൂടി ഉണ്ട്. അതാണ് നമ്മൾ ഈ സ്ക്വീനസിലും കർട്ടോസസിലും ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വീനസ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാക്ക് ഓഫ് സിമ്മട്രീനെയാണ് നമ്മൾ സ്ക്വീനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്, അതിൻ്റെ മീഡിയൻ മോഡ് ഈക്വൽ ആവുകയും അതേപോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻസ് വെച്ച് പറയുകയാണെങ്കിൽ Q1ഉം മീഡിയനും തമ്മിലുള്ള ഡിഫറൻസും Q3യും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസും ഈക്വൽ ആവുക, അങ്ങനത്തെ കേസിലുള്ള ഡാറ്റൻ്റെ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാം. അപ്പോൾ എന്താ പറഞ്ഞത്, മീഡിയനിൽ നിന്നും Q1ലേക്കുള്ള ഡിസ്റ്റൻസും Q3യിൽ നിന്നും മീഡിയനിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ഡാറ്റ സിമ്മട്രിക് ആണെന്ന് പറയാം. ആ ഒരു ഒബ്സർവേഷൻ സിമ്മട്രിക് ഒബ്സർവേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി സിമ്മട്രിക് അല്ലാത്ത കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്, അല്ലെങ്കിൽ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ്. ഈ ഒരു പാറ്റേണേ വരുള്ളൂ. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു എന്താണെങ്കിലും മീന്, മീഡിയൻ, മോഡ്, ഈ ഒരു പാറ്റേൺ മാത്രമേ വരുള്ളൂ. അപ്പോൾ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് സ്ക്വീനസ് എന്നാണ് പറയാം. ഇനി ആ സമയത്ത് നമ്മളെ ടെയിൽ എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ്റെ ടെയിൽ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കായിരിക്കും കൂടുതലായിട്ടുണ്ടാവാം. ഇനി നെഗറ്റീവ് സ്ക്വീനസ് ആണെങ്കിൽ മീൻ എന്ന് പറയുന്നത് മീഡിയത്തിനേക്കാളും മോഡിനേക്കാളും ലെസ് ദാൻ ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ നെഗറ്റീവ് സ്ക്വീനസ് എന്ന് പറയുക. അതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ നടുവിലുള്ളതാണ് നമ്മൾ സിമ്മട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ മീനും മീഡിയനും മോഡും ഒക്കെ സെയിം ആണ്. ഓക്കെ, നമുക്കറിയാം, ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും സെൻട്രലിൽ നിന്നും 2 സൈഡിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നുള്ളത്. റൈറ്റ് സൈഡിലുള്ളതാണ് പോസിറ്റീവ് സ്ക്വീനസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളെ ഈ ടെയിൽ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സ്ക്വീനസ് എന്ന് പറയുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ ടെയിലുള്ളത് നമ്മൾ നെഗറ്റീവ് സ്ക്വീനസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിളാണ് ഹൈറ്റ്, വെയ്റ്റ്, മാർക്കൊക്കെ. കാരണം ഒരു ക്ലാസ്സിലെ കുട്ടികളെ മാർക്കോ വെയ്റ്റോ ഹൈറ്റോ എന്തെടുക്കുകയാണെങ്കിലും ഏകദേശം ആൾക്കാരിതൊക്കെ സെയിം ആയിരിക്കും. പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള കേസസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അതെന്തായാലും ഒരു സിമ്മട്രിക് ഉള്ള രൂപത്തിലാണ് കിട്ടുക. നോൺ സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിളാണ് വേജസ്, സാലറി, ഇൻകം എന്നുള്ളതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്ക്വീനസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സ്ക്വീനസിൽ മെഷർ ചെയ്യാൻ വേണ്ടി 4 മെഷേഴ്സാണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണ് ബൗലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനസ് ആണ്. തേർഡ് വൺ കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനസ് ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മൊമെൻറ്റ് മെഷേഴ്സ് ഓഫ് സ്ക്വീനസ്. ഈ 4 മെഷേഴ്സാണ് നമുക്ക് സ്ക്വീനസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓരോ മെഷേഴ്സും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനസ് ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മീനും മോഡുമാണ്. മീനും മോഡും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്.
ഈ സ്ക്വീനെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് കെ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്ക്വീനെസ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക എസ് കെ എന്നുള്ള സിമ്പിളാണ്. അതാണ് സ്ക്വീനെസ് അപ്പോൾ ഇവിടെ വരുന്നത് എസ് കെ ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വരാം. ഇത് കാൽപേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എസ് കെ അടിയിൽ സഫിക്സ് ആയിട്ട് നമുക്ക് പി എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്വീനെസ്സിൽ നമ്മൾ സ്ക്വീനെസ് സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്ക്വീനെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 ആണെങ്കിൽ എന്ത് നമുക്ക് മനസ്സിലാക്കാം, ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിമ്മട്രിക് ആണെന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്വീനെസ്സിൻ്റെ വാല്യൂ എന്നുള്ള പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയാം. ഇനി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്ക്വീനെസ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്, എസ് കെ പി എന്ന് ഡിനോട്ട് ചെയ്യാം കാൽപേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ്സിനെ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക് ആണെങ്കിൽ ഈ സ്ക്വീനെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനിയിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയാം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയാം. ഇനി ചില കേസസിൽ മോഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ആ സമയത്ത് നമ്മൾ മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ള ഇക്വേഷന് ഈ എബവ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സ്ക്വീനെസ്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സ്ക്വീനെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -3ൻ്റെയും +3ൻ്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. കാൽപേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ് എപ്പോഴും -3ൻ്റെയും +3ൻ്റെയും ഇടയിലാണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബൗലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ് എന്താണെന്നുള്ളത് നോക്കാം. ബൗലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ്സിൽ നമ്മൾ ക്വാർട്ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. കാൽപേഴ്സണിൽ നമ്മൾ മീനും മോഡും ആയിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ ക്വാർട്ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം 3 ക്വാർട്ടൈൽസ് ആണുള്ളത്, Q1, Q2, Q3 എന്നുള്ള ക്വാർട്ടൈൽസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സിമ്മട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു പറഞ്ഞത്, മീഡിയൻ മൈനസ് Q3 എന്ന് പറയുന്നതും മീഡിയൻ മൈനസ് Q1 എന്ന് പറയുന്നതും ഈക്വൽ ആവുമ്പോഴാണ് സിമ്മട്രിക് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും സ്ക്വീനെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും വരാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ക്വീനെസ്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് Q3 മൈനസ് മീഡിയൻ മൈനസ് Q1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ Q3 മൈനസ് Q1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ബൗലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, Q1 മൈനസ് 2Q2 പ്ലസ് Q3 ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1 കിട്ടും. ഇവിടെ Q2 എന്ന് പറയുന്നത് മീഡിയൻ ആണ്. അപ്പോൾ നമ്മളെ വാല്യൂ Q1 മൈനസ് 2 മീഡിയൻ പ്ലസ് Q3 ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1 എന്നാണ് കിട്ടുക. പിന്നെ നമ്മൾ പറഞ്ഞു തേർഡ് മെഷർ ഉണ്ട്, കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ് എന്നുള്ള ഒരു തേർഡ് മെഷർ ഉണ്ട് എന്നുള്ളത്. ഈ കെല്ലീസ് മെഷർ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർസെൻറ്റൈൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതേ ഇക്വേഷൻ ബൗലീസിൻ്റെ ഇതിലുള്ള സെയിം ഇക്വേഷനാണ് നമുക്കുള്ളത്. പക്ഷേ ഡിഫറൻസ് എന്താ വരികയെന്ന് വെച്ചാൽ Q1 പകരം അവിടെ P10 ആണ് വരിക, Q3 പകരം P90 ആണ് വരിക. അപ്പോൾ നമ്മളെ കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ് എന്ന് പറയുന്നത് P10 മൈനസ് 2 മീഡിയൻ പ്ലസ് P90 ഡിവൈഡഡ് ബൈ P90 മൈനസ് P10 ആണ് നമ്മളെ കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ്സിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് മെഷർ എന്ന് പറഞ്ഞാൽ സ്ക്വീനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് മെഷർ എന്ന് പറയുന്നത് മൊമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് β1 ഈക്വൽ ടു μ3² ബൈ μ2 ക്യൂബും അതേപോലെ γ1 എന്ന് പറയുന്നത് √β1 ആണ്. β1 എന്നുള്ളത് നമുക്കറിയാം μ3² ബൈ μ2 ക്യൂബാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് മൊമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ക്വീനെസ്സിനെ മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് മൊമെൻറ്റ്സ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മൊമെൻറ്റ്സ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറയാം. നമുക്ക് സ്ക്വീനെസ്സിൽ 4 മെഷേഴ്സാണുള്ളത്. കാൽപേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ്, ബൗലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ്, കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ്സും ലാസ്റ്റ് വൺ മൊമെൻറ്റ് മെഷർ ഓഫ് സ്ക്വീനെസ്സുമാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ മീനും മോഡുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്ക്വീനെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക SK എന്നാണ്. അപ്പോൾ SK എന്ന് പറയുന്നത് മീൻ മൈനസ് മോഡ് ബൈ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.
അപ്പോഴാണ് നമുക്ക് 1/4% കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ് കിട്ടുക. അപ്പോൾ ഈ സ്ക്വീനെസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ സിമ്മട്രി ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയും, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞു മോഡില്ലാത്ത കേസിൽ നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്യും. അതെന്താണ്, 3 മീഡിയൻ മൈനസ് 2 മീൻ. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്വീനെസിൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞ ബൗലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസ് ആയിരുന്നു. അപ്പോൾ ബൗലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസിൽ നമ്മൾ ക്വാർട്ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. Q1, Q2, Q3 എന്നുള്ള ക്വാർട്ടൈൽസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q1 മൈനസ് 2 മീഡിയൻ പ്ലസ് Q3 ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1 ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിലും സിമ്മട്രി ആവുന്ന കേസൊക്കെ സെയിം ആണ്. ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ സിമ്മട്രി ആണെന്ന് പറയും, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയും, ലെസ് ദാൻ 0 ആകുമ്പോൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയും. ഇതെല്ലാ കേസിലും സെയിം ആണ് വരുന്നത്. 3 മെഷേഴ്സിലും ഇത് തന്നെയാണ്, സെയിം സിറ്റുവേഷൻ ആണ്. SK എന്ന് പറയുന്നത് 0 ആകുമ്പോൾ നമ്മൾ സിമ്മട്രി ആണെന്ന് പറയും, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയും, ലെസ് ദാൻ 0 ആകുമ്പോൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ബൗലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്വീനെസിൻ്റെ അതേ ഇക്വേഷനാണ് കെല്ലീസ് കോഎഫിഷ്യൻറ്റിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. Q1 പകരം P10ഉം Q3 പകരം P90 ആണ് നമ്മൾ യൂസ് ചെയ്യാം. ലാസ്റ്റ് മെത്തേഡിനും മെഷർമെൻറ്റ് ഓഫ് സ്ക്യൂനെസ് വിത്ത് റെസ്പെക്റ്റ് ടു മൊമെൻറ്റ്. അപ്പോൾ ഈ മൊമെൻറ്റ്സ് ആണ് μ3ഉം μ2 ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് മൊമെൻറ്റ്സ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂവിൽ നിന്നും ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ പവർ എടുത്തിട്ട് അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് മൊമെൻറ്റ്സ് ഷേപ്പ് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ മൊമെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്നുള്ള ഗ്രീക്ക് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊമെൻറ്റിൻ്റെ നമ്മൾ പറഞ്ഞ ഓരോ ഒബ്സർവേഷനിൽ നിന്നും നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂവിനെ സബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പവർ എടുത്ത് സം ചെയ്യും, എന്നിട്ട് അതിനെ ഇറ്റ്സ് നമ്പർ ഓഫ് ഐറ്റംസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് മൊമെൻറ്റ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ആർബിറ്ററി ആയിട്ടുള്ളൊരു നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ റോ മൊമെൻറ്റ് എന്നാണ് പറയാം. ഇനി ഈ റോ മൊമെൻറ്റ് നമ്മൾ ഈ ആർബിട്രറി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന അതിൻ്റെ ഒറിജിൻ യൂസ് ചെയ്തിട്ട് തന്നെ ആണെന്നാണെങ്കിൽ ആ ആർബിട്രറി നമ്പർ എനെ നമ്മൾ 0 എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ആ ഒരു ഫോമിലുള്ളതിനെയാണ് നമ്മൾ റോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വാല്യൂയിൽ നിന്നാണ് നമ്മൾ ഡീവിയേഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് റോ മൊമെൻറ്റ്സ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മീൻ തന്നെ ആണെങ്കിൽ ഈ ഡീവിയേഷൻ മീൻ വിത്ത് റെസ്പെക്റ്റ് ടു മീൻ ആണെങ്കിൽ നമ്മൾ ആ മൊമെൻറ്റിനെ സെൻട്രൽ മൊമെൻറ്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിനി റോ മൊമെൻറ്റ്സും സെൻട്രൽ മൊമെൻറ്റ്സും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ റോ മൊമെൻറ്റ്സ് നമ്മൾ അർത്തമെറ്റിക് മീൻ എടുക്കുന്ന പോലെ തന്നെ ഡീവിയേഷൻ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് നമ്പറാണ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്റ്റ് ടു ഒറിജിൻ ആകുമ്പോൾ നമ്മളെ വാല്യൂ എന്ന് പറയുന്നത് ഈ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്നത് നമ്മൾ 0 ആയിട്ടായിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമുക്ക് റോ മൊമെൻറ്റ്സ് എന്തൊക്കെയാണ് വരാമെന്നുള്ളത് നോക്കാം. അപ്പോൾ റോ മൊമെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് μr' എന്നാണ്. ഈ r എന്ന് പറയുന്ന വാല്യൂസ് 1, 2 എക്സെട്ര എത്ര വരെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. മെയിനായിട്ട് നമ്മൾ 4 റോ മൊമെൻറ്റ്സ് ആണ് എടുക്കുക. റോ മൊമെൻറ്റ്സും സെൻട്രൽ മൊമെൻറ്റ്സൊക്കെ 4 എണ്ണമാണ് നമ്മൾ യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 4 മൊമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു റോ മൊമെൻറ്റ്സിനെ നമ്മൾ μr' എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ ആറിന് 1, 2, 3, 4 കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റോ മൊമെൻറ്റ്സ് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ മ്യൂന് r ഈക്വൽ ടു 1 ആകുമ്പോൾ μ1' എന്നാണ് നമുക്ക് കിട്ടുക. r ഈക്വൽ ടു 2 ആകുമ്പോൾ μ2', r ഈക്വൽ ടു 3 ആകുമ്പോൾ μ3', r ഈക്വൽ ടു 4 ആകുമ്പോൾ μ4' ആണ് വരിക. അപ്പോൾ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റോ ഡാറ്റയിൽ എന്താണ് ഇക്വേഷൻ വരിക, ഡിസ്ക്രീറ്റ് കേസിൽ എന്താ ഇക്വേഷൻ വരിക, കണ്ടിന്യൂസ് കേസിൽ എന്താ ഇക്വേഷൻ വരിക എന്നുള്ളത് നോക്കാം. റോ ഡാറ്റ ആണ് അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെന്നാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എക്സ് മൈനസ് എ കാൽക്കുലേറ്റ് ചെയ്യും. ഓരോ എക്സ് വാല്യൂസിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്ത ആർബിറ്ററി വാല്യൂ എനെ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കും. ഈ സബ്സ്ട്രാക്ട് ചെയ്ത ഈ വാല്യൂ നമ്മൾ ഡി എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് സമ്മേഷൻ ഡി ഡിവൈഡഡ് ബൈ എന്ന് ചെയ്യാം.
ഓക്കെ. സെക്കൻഡ് കേസിൽ ആർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസിനെ സ്ക്വയർ ചെയ്യണം. നമ്മൾ ആർ ഈക്വൽ ടു എന്താണോ കൊടുക്കുന്നത് ആ പവറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എക്സ് മൈനസ് എക്ക് ചൂസ് ചെയ്യേണ്ട പവർ അതാണ്. ഇനി ആർ ഈക്വൽ ടു 3 ആകുമ്പോൾ നമുക്ക് ഡി ക്യൂബാണ് കിട്ടുക. ഡി ക്യൂബിൻ്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. ഇനി ആർ ഈക്വൽ ടു 4 ആകുമ്പോൾ നമ്മൾ ഡി പവർ 4 ആണ് കൊടുക്കുക. അതിൻ്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ എൻ ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് കേസിലും ചെയ്യുക. ഡിസ്ക്രീറ്റ് കേസിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ നമ്മളെ കൂടെ ഡാറ്റൻ്റെ കൂടെ എന്തായാലും ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഫ്രീക്വൻസീൻ്റെ സമ്മാണ്. നമ്മൾ സാധാ പോലെ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു ആർബിട്രറി ആയിട്ട് നമ്പർ എടുക്കും. ആ നമ്പറിനെ നമ്മൾ എക്സിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്യും. അതിൻ്റെ സം എടുക്കുക ഡിവൈഡഡ് ബൈ എൻ. ഫ്രീക്വൻസി ഉള്ള കേസിലാണെങ്കിൽ ആ സമ്മിനെ നമ്മൾ ഫ്രീക്വൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സമ്മാണ് എടുക്കുക. ഓക്കെ. കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ നമുക്ക് ഈ ചൂസ് ചെയ്ത ആർബിട്രറി നമ്പറിൽ നിന്ന് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് വിഡ്ത്ത് ഡിവൈഡ് ചെയ്യണം. ക്ലാസ് വിഡ്ത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സെയിം ഇക്വേഷൻസ് ആണ് നമ്മൾ അരിത്മെറ്റിക് മീനിലും ഡിസ്പേർഷനിലും ഒക്കെ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെയ്ത അതേ ഇക്വേഷനാണ് വരിക. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പവർ എടുക്കണം. എന്താണ് ആർ ഈക്വൽ ടു എന്താണ് വാല്യൂ വരുന്നത് അതിൻ്റെ പവർ എടുക്കണം എന്നുള്ള ഒറ്റ ഡിഫറൻസേ ഈ റോ മൊമെൻറ്റ്സിൽ വരുന്നുള്ളൂ. ഇനി അടുത്ത നമുക്ക് ഇതാ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. മ്യൂ ആർ ഡാഷിന് നമുക്ക് എങ്ങനെ ഇതാ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ 1/n സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് എ പവർ ആർ. ഓക്കെ. ഇനി എബൌട്ട് ഒറിജിൻ ആണെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ കേസിൽ നമ്മളെ വാല്യൂ എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് പവർ ആർ ഡിവൈഡഡ് ബൈ എൻ ആണ് വരിക. ഇനി എബൌട്ട് മീൻ ആകുമ്പോൾ ഈ എ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ബാറാണ് വരിക. ആ കേസിൽ നമുക്ക് മ്യൂ ആർ ഡാഷ് എന്നല്ല നമ്മൾ ഡിനോട്ട് ചെയ്യുക, വെറും മ്യൂ ആറിനെ ഡിനോട്ട് ചെയ്യുള്ളൂ. മീന് വെച്ചിട്ടാണ് നമ്മൾ ഡീവിയേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മ്യൂ ആർ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതിന് നമ്മൾ സെൻട്രൽ മൊമെൻ്റ് എന്നാണ് പറയുക. മ്യൂ ആർ ഈക്വൽസ് ടു 1/n സമ്മേഷൻ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ പവർ ആർ ആണ് നമ്മൾ ഇക്വേഷൻ വരിക. അപ്പോൾ ഡീവിയേഷൻ എബൌട്ട് മീൻ ആകുമ്പോൾ അത് സെൻട്രൽ മൊമെൻ്റ് ആണ്. അപ്പോൾ ഡാഷ് വരില്ല, മ്യൂ ആർ മാത്രമാണ് വരിക. ഇനി നമുക്ക് സെൻട്രൽ മൊമെൻ്റ് എന്താണെന്നുള്ളത് നോക്കാം. സെൻട്രൽ മൊമെൻ്റ് നമ്മൾ പറഞ്ഞു ഡീവിയേഷൻ എടുക്കുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു മീനാണ്, എന്നിട്ടാണ് നമ്മൾ പവർ ചെയ്യുന്നത്. അതിനാണ് സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 4 ആർ സെൻട്രൽ മൊമെൻറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യും. ആർ ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് മ്യൂ 1 വരും. ആർ ഈക്വൽ ടു 2 ആകുമ്പോൾ മ്യൂ 2 വരും. ആർ ഈക്വൽ ടു 3 ആകുമ്പോൾ മ്യൂ 3 വരും. ആർ ഈക്വൽ ടു 4 ആകുമ്പോൾ മ്യൂ 4 വരും. അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് റോ ഡാറ്റക്കും ഡിസ്ക്രീറ്റ് കേസിലും കണ്ടിന്യൂസ് കേസിലും ഒക്കെ വരുന്ന ഇക്വേഷൻസ് ആണ് പിന്നെ നമ്മളെ ടേബിളിൽ ഉള്ളത്. അത് നമ്മൾ പറഞ്ഞു എക്സ് മൈനസ് എക്സ് ബാർ ആണ് നമ്മൾ ചെയ്യുക. പവർ എന്താണോ ആർ ഈക്വൽ ടു എന്താണ് അതാണ് നമ്മൾ പവർ എടുക്കുക. അപ്പോൾ നമ്മളെ വാല്യൂ എന്താ വരിക? സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ബൈ എൻ ഈക്വൽസ് ടു 0 ആണ് വരിക. ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ ഈ എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ കൂടെ എഫ് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ എൻ ചെയ്യണം. അതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ മ്യൂ 2ഉം മ്യൂ 3ഉം മ്യൂ 4ഉം ഒക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് റോ മൊമെൻ്റ് എന്ന് പറയുന്നത് മീനിനെയാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് റോ മൊമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മീനാണ്. മീനിനെയാണ് ഫസ്റ്റ് റോ മൊമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ സെക്കൻഡ് സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. നമുക്ക് കാണാൻ പറ്റും ഡിസ്ക്രീറ്റ് കേസിൽ കണ്ടോ, സിഗ്മ സ്ക്വയർ ആണ് സെക്കൻഡ് മൊമെൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുന്നത് വേരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം? ഫസ്റ്റ് റോ മൊമെൻ്റ് എപ്പോഴും മീനായിരിക്കും. ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് എപ്പോഴും 0 ആയിരിക്കും. സെക്കൻഡ് സെൻട്രൽ മൊമെൻ്റ് എപ്പോഴും വേരിയൻസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ തേർഡ് മൊമെൻ്റ് എന്ന് പറയുന്നത് അത് സ്ക്വീനസിനെ പറ്റിയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫോർത്ത് മൊമെൻ്റ് എന്ന് പറയുന്നത് കേർട്ടോസിസിനെ പറ്റിയിട്ടുമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇത്രയാണ് റോ മൊമെൻറ്റ്സിൻ്റെയും സെൻട്രൽ മൊമെൻറ്റ്സിൻ്റെയും കുറച്ച് പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. ഓക്കെ.
ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, റോ മൊമെൻറ്റ്സും സെൻട്രൽ മൊമെൻറ്റ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. മൊമെൻറ്റ്സ് മാത്രമാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ μ1 = 0 ആണ്, ഓൾവേസ് അത് 0 ആണ്. പിന്നെ μ2 എന്ന് പറയുന്നത് വേരിയൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ വേരിയൻസ് നമുക്ക് റോ മൊമെൻറ്റ്സ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ μ2' - μ1' ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് വേരിയൻസ് എന്താണെന്നുള്ളത് കിട്ടും. അതാണ് μ2. പിന്നെ μ3 കാണാൻ വേണ്ടി μ3' - 3μ2' × μ1' + 2μ1' ഹോൾ ക്യൂബ്. ഓക്കെ. അതേപോലെ μ4 കാണാൻ വേണ്ടി μ4' - 4 times μ3' × μ1' + 6 times μ2' × μ1' ഹോൾ സ്ക്വയർ - 3 times μ1' ഹോൾ സ്ക്വയർ. ഈ 4 സെൻട്രൽ മൊമെൻറ്റ്സും റോ മൊമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻസ് എന്തായാലും ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും വേരിയൻസ് കാണാനുണ്ടാവും, അല്ലെ റോ മൊമെൻറ്റ്സ് തന്നിട്ട് സെൻട്രൽ മൊമെൻറ്റ്സ് കാണാനുണ്ടാവും. അപ്പോൾ ഈ 4 ഇക്വേഷനിലെ 3 ഇക്വേഷൻ എന്തായാലും ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The first two moments of a distribution about the value 5 of the variable are 2 and 20. Find the mean and variance. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് മീനും വേരിയൻസും ആണ്. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് 2 റോ മൊമെൻറ്റ്സ് തന്നിക്കണ്. μ1' μ2' നമുക്ക് തന്നിക്കണ്, റോ മൊമെൻറ്റ്സ് ആണ് തന്നത്. അപ്പോൾ μ1' μ2'. പിന്നെ നമ്മളോട് പറഞ്ഞത് 5 എന്ന് പറഞ്ഞ വാല്യൂവിൽ നിന്നുള്ള ഡീവിയേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എക്സ് ബാർ എന്താണെന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, μ1' എന്താണെന്നുള്ളത് തന്നിക്കണ്. അപ്പോൾ μ1' + a ചെയ്താൽ നമുക്ക് മീൻ എന്താണെന്നുള്ളത് കിട്ടും. മീൻ എന്ന് പറയുന്നത് μ1' എന്ന് പറയുന്നത് 2 ആണ്, എ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ മീനായിട്ട് നമുക്ക് 7 ഒബ്റ്റെയിൻ ചെയ്യും. ഇനി അടുത്തത് σ² കാണണം എന്നുള്ളതാണ്, വേരിയൻസ് കാണണം. വേരിയൻസ് കാണാൻ വേണ്ടി നമ്മളിവിടെ റിലേഷൻഷിപ്പിൽ പറഞ്ഞിരിക്കണ് μ2' - μ1' ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് വേരിയൻസ് എന്താണെന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യും. μ2' ഇവിടെ 20 ആണെന്ന് നമുക്ക് തന്നിരിക്കണം, μ1' 2 ആണെന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ 20 - 4 = 16. അതാണ് നമ്മളെ വേരിയൻസ് μ2 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്, കേർട്ടോസസ്. കേർട്ടോസസ് എന്ന് പറഞ്ഞാൽ കാൽ പേഴ്സൺ തന്നെയാണ് കേർട്ടോസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ കേർട്ടോസസിൽ നമ്മൾ പീക്ക്നെസ് ആണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളെ ഡിസ്ട്രിബ്യൂഷന് നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പീക്ക്നെസ്സിന് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലാറ്റ്നെസ് ഒക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ പീക്ക്നെസ് കൂടിയ ഒരു ഗ്രാഫാണെങ്കിൽ അത് നമ്മൾ ലെപ്റ്റോകേർട്ടിക് എന്നാണ് പറയാം. ഫ്ലാറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പ്ലാറ്റികേർട്ടിക് എന്നാണ് പറയാം. നോർമൽ കേർവൊക്കെ അധികം മെസോകേർട്ടിക് ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ. ഇതാണ് കേർവിൻ്റെ 3 ടൈപ്പ് കേർവിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. ഗ്രീൻ കളറിലുള്ളതാണ് ലെപ്റ്റോകേർട്ടിക്, പർപ്പിൾ കളറിലുള്ളതാണ് മെസോകേർട്ടിക്, ബ്ലൂ കളറിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് പ്ലാറ്റികേർട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ. നോർമൽ കേർവിൽ ഫ്ലാറ്റും അല്ല പീക്കായിട്ടും അല്ല, ഒരു നോർമൽ ഇതിലാണ് ഉള്ളത്, അതാണ് മെസോകേർട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ കേർട്ടോസസ് എന്ന് പറയുന്നത് എപ്പോഴും 3 ആയിരിക്കും. അപ്പോൾ മെസോകേർട്ടിക് ആവണമെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് കേർട്ടോസസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് = 3 ആവണം. ഇനി ഈ 3നേക്കാളും കൂടുതലാണെന്നാണെങ്കിൽ പീക്ക്നെസ് കൂടും. ആ സമയത്ത് നമ്മളെ കേർവ് ലെപ്റ്റോകേർട്ടിക് ആയിരിക്കും. ഇനി 3നേക്കാളും കുറവാണെങ്കിൽ കേർവിൻ്റെ ടോപ്പിലുള്ള ഭാഗം ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിനെ പ്ലാറ്റികേർട്ടിക് ആണെന്നുള്ളത് പറയാം. ഓക്കെ. പിന്നെ ഇതാണ് അതിൻ്റെ കേർവ്. ഇങ്ങനെ 3നേക്കാളും കൂടുതലാകുമ്പോൾ ലെപ്റ്റോകേർട്ടിക് ആയിരിക്കും, 3 ആണെങ്കിൽ മെസോകേർട്ടിക്കും, പിന്നെ 3നേക്കാളും കുറവാണെങ്കിൽ അത് പ്ലാറ്റികേർട്ടിക് ആയിരിക്കും. ഇതാണ് ഒരു ജനറൽ ഫോം, കേർട്ടോസസിൻ്റെ ജനറൽ ഫോമാണ്. ഇത് 3ആണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് മെഷേഴ്സാണ് പറയാനുള്ളത്. ഈ മെഷേഴ്സ് പറയുമ്പോൾ നമ്മൾ β2 ആണ് നമ്മൾ കേർട്ടോസസിൽ യൂസ് ചെയ്യുക. സ്ക്വീനസിൽ മൊമെൻറ്റ് പറയുമ്പോൾ നമ്മൾ β1 യൂസ് ചെയ്തത്, കേർട്ടോസസിൽ നമ്മൾ β2 ആണ് യൂസ് ചെയ്യുക. അപ്പോൾ β2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് μ4 - μ2² ആണ്.
ഒരു പോപ്പുലേഷൻ്റെ ഡാറ്റ ആണ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ μ4/μ2² ആണ് വരിക. അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ μ2 എന്താണ് μ4 എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവില്ല. റോ മൊമെൻറ്റ്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ആ സമയത്ത് നമ്മൾ ഈ റോ മൊമെൻറ്റ്സ് μ4ഉം തമ്മിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് ഇക്വേഷൻ? ആ റിലേഷൻഷിപ്പുള്ള ആ ഇക്വേഷൻ, സെൻട്രൽ മൊമെൻറ്റും റോ മൊമെൻറ്റും ഉള്ള റിലേഷൻഷിപ്പുള്ള ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം μ4 എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതേപോലെ μ2 എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ചില കേസിൽ ഇത് എന്താണെന്നുള്ളത് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. ആ കേസിൽ പ്രശ്നമില്ല. അതല്ലാത്ത കേസിൽ നമ്മൾ ഈ ഇക്വേഷൻ എന്താണെന്നുള്ളത് അറിയണം. എന്നാലേ നമുക്ക് μ4 എന്താണ് μ2 എന്താണെന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. പിന്നെ വേറൊരു മെഷർ എന്ന് പറഞ്ഞാൽ γ2 ആണ്. നേരത്തെ സ്ക്വീനസിൽ നമ്മൾ β1ഉം γ1ഉം ഡിസ്കസ് ചെയ്ത്, ഇവിടെ കേർട്ടോസസിൽ നമ്മൾ β2ഉം γ2ഉം ആണ് യൂസ് ചെയ്യുന്നത്. β2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് μ4/μ2²ഉം γ2ൻ്റെ വാല്യൂ β2 - 3 വരുന്നത്. ഓക്കെ.